പട്ടൂർ സീരിയലിന്റെ പേര് വെക്കുന്നതാണ് ഇരിക്കുന്നത് കേട്ടാ. അതിനിടക്ക് പിള്ളേർ അത് ചാനൽ മറിച്ചിട്ട് അലാബുദ്ദീനും അത്ഭുതമോടെ പോകും ഉമ്മാന്റെ കയ്യിൽ നിന്ന്. ആടെ പരസ്യം പേരും ഉമ്മ മാറ്റിയിട്ട് ഇപ്പുറം മറ്റേ സീരിയൽ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് വേക്കോട്ട് നോക്കും. അതിലിടക്ക് പട്ടർമാലും കാണും അമ്മലിന്റെ. പിന്നെ എന്താ മൈലാഞ്ചിയെ അത് പിന്നെ എന്താ എല്ലാം കാണും ഇടക്കിടക്ക്. ഇത് ഇങ്ങനെ മാറ്റും. ആ പെണ്ണുങ്ങൾ നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് വെച്ച് നോക്കിയട്ടെ. പെണ്ണുങ്ങൾ എന്താ പറയാ അറിയോ? പരസ്യം വന്നിട്ട് തരാൻ. ആ പരസ്യം ടി വി കൊടുക്കുന്ന തന്നെ നമ്മളെപ്പോലത്തെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാനാ. അല്ലെങ്കിൽ കിട്ടൂല. അതുകൊണ്ട് പരസ്യക്കാരെ നന്നായി പ്രോത്സാഹിപ്പിച്ചോ നമുക്ക് വെള്ളം കിട്ടും. ഇതിനിടയിൽ പെണ്ണുങ്ങൾ ബേക്കോട്ട് നോക്കൂ റോട്ടുമ്പിലേക്ക് വരുന്നുണ്ടോ അജിക്ക. അപ്പൊ ഇയാളുടെ കയറി വരുന്നു. സൂക്ഷിച്ച് നോക്കുമ്പോണ്ടാവും മൂന്നാളുടെ ബാക്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങും. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ കൂട്ടിക്കൊണ്ടേരുന്നുണ്ട് കാക്ക. വേഷം വരും ഇങ്ങനെ ഓരോന്നിനും കൂട്ടിയിട്ട് ഇങ്ങ് വരത്തി ഞാൻ കാണിച്ചു കൊടുക്കാം. ടി വി ഓഫാക്കിയിട്ട് ഇവിടെ ഇന്നേറ്റ് സെൻട്രൽ ഒപ്പു. ഇവിടെ കൃത്യമായി അറിയുന്ന അജിക്ക കോലായിൽ കയറിയിട്ട് ഇവരോട് പറയും ഇരിക്കേ. എന്നിട്ട് ഇയാൾ ഇരിക്കും ചെയ്യില്ല കയറും ചെയ്യില്ല ഇരിക്കും. അപ്പൊ ഇവള് സെൻട്രാളെന്ന് വിളിക്കും. എന്നിട്ട് ഇവള് അങ്ങനെയാക്കിയാൽ അജിക്ക രണ്ടാമത്തെ അജിനോതിനേക്കാൾ സ്പീഡിൽ കയറും. കേറിയിട്ട് സെൻട്രാളിലെത്തിയ ഇവളുണ്ട് രണ്ട് ഭർത്താനം ഭയോണ്ടല്ല കൈയോണ്ട്. അപ്പൊ ഇയാള് അന്നേരം ഇവള് മനസ്സിലായിട്ടില്ല അല്ലേ? മനസ്സിലാവൂല കാക്കാക്ക്. കൂട്ടിക്കൊണ്ടേരും ഓരോന്നിനെ മനുഷ്യനെ ടി വി കാണുന്ന സമയമില്ലാണ്ടാക്കാൻ. അന്നേരം ഇയാള് നീ മെല്ലെ പറ ഓറ് കേൾക്കും. അന്നേരം ഇവള് കേട്ടിട്ട് കിഞ്ഞ് പായിട്ട് എന്നാലും കൊടുക്കൂല. അല്ല അത് പിന്നെ പള്ളിയിൽ ഉസ്താദിനെ പറ്റിയ കുറ്റം പറയണ്ട. നിങ്ങൾ സുന്നത്ത് കച്ചിരിയിൽ അവിടെ ഇരുന്നിട്ടല്ലേ? ഇല്ല, നാളെ മുതൽ ഇശാ നിസ്കാരത്തിന്റെ 4ാമത്തെ റക്അത്തിൽ ഞാൻ വരാം. എന്നാലും കാണൂലല്ല. ഇനി കൊണ്ടെന്നാലും ഇല്ല കൊണ്ടുവരൂല. ഇവൾ അടുക്കളയിൽ പോകുമ്പോ ഇയാള് പുറത്തേക്ക് ഇറങ്ങും. വേറെ കുളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവര് മുസാഫികൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും. കേട്ടാലും പോകൂല തിന്നാണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇവരിങ്ങനെ ആജിക്കാരെ നോക്കൂ. അല്ല ആജിക്കങ്ങൾ എന്താ വേർത്തിന്? അകത്ത് ഭയങ്കര തണുപ്പ്. തണുത്ത് വേർത്തത് തണുത്താലും വേർക്കൂ. അങ്ങോട്ടില്ല നിങ്ങള് പൊടിച്ചെന്നൊരു കുപ്പി എടുത്ത് നോക്കിയാട്ടെ. തണുത്ത് വേർത്തിട്ട് ഇങ്ങനെ അത് തണുത്ത് വേർക്കുന്നതാ. അപ്പോ അല്ല നിങ്ങളെ കെട്ടിയോളെന്തോ പറയുന്ന കേട്ടല്ല ഇവര്. അന്നേരം അജിക്ക നീ കേട്ടാ അത് ഓള് പറയല് റോട്ട് മുതൽ 5-6 ആളി കൂടി കൂട്ടിക്കൂടി. അന്നേരം ഇവര് നല്ല ഭാര്യ. അന്നേരം അജിക്ക എനിക്ക് വേണ പോയി ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് കേട്ടല്ലേ. അതാണ് ഇവര് പറഞ്ഞു ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്. ആദ്യമൊക്കെ എനിക്ക് വിഷമാണ്. ഇപ്പൊ ആരെങ്കിലും ഉണ്ടായാലും കാരണം ഭർത്താവ് പഠിപ്പിച്ചു, നല്ലത് പഠിപ്പിച്ചു ഭർത്താവ്. അങ്ങനെ ഇയാള് കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കേ, അകത്തൊരു സുഖമില്ലാത്ത മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ കാണട്ടെ എന്നാണ്. എന്നിട്ട് പെണ്ണുങ്ങളുടെ അടുക്കളയിലേക്ക് പോയി റഹ്മത്തുബി പോയി. ഇയാൾ അയ്യൂബിൽ കിടക്കുന്ന റൂമിലേക്ക് വന്നിട്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഒരു ആണുങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ നബി സലാം അടക്കിയിട്ട് വെച്ചു. ആരാ? ഇയാൾ പറഞ്ഞു ഞാൻ ഈ വീട്ടിന്റെ ഉടമസ്ഥനാണ്. നബി ഉടനെ പറഞ്ഞു എന്നോട് പൊറുക്കണം. നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ റൂമിൽ എന്നെ അവൾ കൊണ്ട് കിടത്തിയത്. നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി, അവളെന്നെ പുറത്തു കൊണ്ടുപോയിക്കൊള്ളുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു അതിനെന്തിരിക്കുന്നു? എന്റെ ഭാര്യയൊക്കെ സമ്മതിച്ചിട്ടേ, ഭാര്യ സമ്മതിച്ചിട്ടല്ലേ അവിടെ കിടക്കുന്നത്. അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് തോന്നിയപ്പോ നബി പറഞ്ഞു എന്റെ അടുത്ത് വരല്ലേ, ഒരു വല്ലാത്ത നാറ്റമുണ്ട്. ഇയാള് പറഞ്ഞു ഈ റൂം നാറ്റ നിങ്ങളെന്ത് മനുഷ്യ പറയുന്നത്? ഒരു നാറ്റമില്ല, ഒരു ഉഗ്ര മണം. ഇയാൾ അടിച്ചും വലിക്കുന്നു. ഏതോ പിള്ളേർ ഉറക്കിയിട്ടിട്ട. അത് പണ്ട് ഡോക്ടറുടെ അടുത്ത് ഒരുത്തം പോയിട്ട് ഡോക്ടറുടെ ഈ സ്റ്റെതസ്കോപ്പിൽ അനുസരിച്ച് ശ്വാസം വലിക്കാൻ, നമ്മള് ശ്വാസം വലിക്കാൻ പറയല്ല, വലിക്കാൻ പറഞ്ഞപ്പം വലിച്ച്. ഡോക്ടർ പറഞ്ഞു മെല്ലെ മനുഷ്യ വലിക്ക്, എന്റെ പെണ്ണും കള്ളാസ് മൂക്ക് കയറിപ്പോന്നു. എന്നിട്ട് പറഞ്ഞ് ശ്വാസം വിടുന്നു. ഇവനൊരൊറ്റ വിടല്. ഡോക്ടർ പറഞ്ഞു എല്ലാം വിടടാ, ഇതേപോലെ കാറ്റ് പോയാൽ നീ പഞ്ചറാവുന്നു. പിന്നെയും കുത്തി വലിക്കുന്നു. ഇവിടെയുള്ള കുത്തുമല്ല, പരക്ക കുത്തു. ഡോക്ടറെ കൊന്നും തിരിയുന്നില്ലെങ്കിൽ കുത്ത് ജോറായിരിക്കും. അത് അവരെ പ്രധാന കർമ്മന്നല്ല, നമുക്കും തോന്നുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടാ നല്ല ഡോക്ടർമാർ തൊട്ടുനോക്കിയാൽ മതി. ഈ നല്ലോണം പരിശോധിക്കുന്ന ഡോക്ടർമാർ ചിലപ്പോൾ ഒന്നും തിരിച്ചു നമ്മ പറയൂ അയാൾ നല്ലോണം പരിശോധിക്കുന്നുണ്ട്, അയാൾക്കൊരു ഉണ്ണാക്കും തിരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ ഇവിടെ കുത്തിയിട്ട് വിൽക്കാൻ പറഞ്ഞു.
ഇവൻ രണ്ടാമത്തെ ബലി വലിച്ചു. ബലി മേലെ എത്തിയപ്പോൾ ഡോക്ടർക്ക് ഫോൺ വന്ന്. ഡോക്ടർ ഇതെല്ലാം ചുറ്റിയാടെ വെച്ചിട്ട് ഫോണിൽ സംസാരം തുടങ്ങി. ഇവൻ കുടുങ്ങി. ഇയാൾ പറഞ്ഞിട്ട് വലിച്ച സാധനം ഇയാൾ പറയാണ്ട് വിടാൻ പറ്റുമോ? ഇവൻ ഇതും കൊണ്ട് ഇങ്ങനെ വെള്ളാക്കി. അപ്പൊ സിസ്റ്റർ ഇവനും നോക്കി അയാളെയും നോക്കി. ഡോക്ടർ ഫോൺ നിർത്തുന്നില്ല, ഇവൻ ശ്വാസവും വിടുന്നില്ല. സിസ്റ്റർ ഉറപ്പായി അയാളെ റീചാർജും തീരും, ഇവന്റെ ശ്വാസോച്ഛ്വാസവും തീരും. അവസാനം ഡോക്ടറെ മെല്ലെ സിസ്റ്റർ തോണ്ടും. ഡോക്ടർ നോക്കിയിട്ട് നീ വിട്ടില്ലടാ, വിടറാന്ന് പറഞ്ഞു. ഇപ്പൊ ഫുള്ള് വിട്ട്. ശ്വാസകോശത്തിലെ കംപ്ലൈന്റ് അത് മാറിപ്പോയി. പിന്നെ വേറെ ഇതൊന്നും ഇയാളതേ മോഡൽ അടിച്ചും വലിക്കരുത്. അപ്പൊ നബിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാള് അള്ള പൊരുത്തപ്പെട്ട മനുഷ്യനാ, അതുകൊണ്ടാണ് എന്റെ നുബുവത്തിന്റെ മണ ഇയാൾക്ക് കിട്ടുന്നത്. അടുത്തിരുന്നിട്ട് ഇയാൾ ചോദിച്ചു, സുഖട് വന്നിട്ട് കുറെ കാലായോ? കുറച്ചു കാലായി. നിങ്ങൾ ഏത് നാട്ടുകാരനാ? ഡമസ്കസുകാരനാ. ഡമസ്കസുകാരനെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞപ്പോ ഇയാൾ പറയാ, നിങ്ങളൊക്കെ ഒരു ഭാഗ്യം. നബി വെച്ചെന്താ? അല്ല, മഹാനായ അയ്യൂബ് നബി ജനിച്ച നാട്ടിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ. നിങ്ങൾ നബിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആരോട് അയക്കുന്ന? നബിയോട്. എനിക്കാ ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും ദ്വാരക്കാരനെ നബിയെ കാണിച്ചു തരണോ, പക്ഷെ ഇന്നവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അള്ളാഹു കാണിച്ചു തരുമായിരിക്കും, നിങ്ങളും എനിക്ക് വേണ്ടി ദ്വാരക്കണം. ആരോട് പറയണ? നബിയോട്. നബി അപ്പം പറഞ്ഞു, ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരും. കണ്ടു കഴിഞ്ഞു, എനിക്കിനെ പറത്താനില്ല, പക്ഷെ മൂപ്പർക്ക് തിരിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പോഴാ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു, ദേ നോമ്പറക്കേണ്ട സാധനമായി എടുക്കട്ടെ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഒരു പാത്രത്തിൽ ഇങ്ങ് തന്നെ, ഒരു പാത്രത്തിൽ പുറത്ത് കൊടുത്ത് അവർ കഴിച്ചോട്ടെ, നിങ്ങൾ അടുക്കളയിലും കഴിച്ചോ. പെണ്ണുങ്ങൾ നോമ്പറക്കേണ്ട സാധനം കൊണ്ട് കൊടുക്കുക. എന്തേന്നറിയോ? ഇയാൾ കൊണ്ടുകൊടുത്ത ഗോതമ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതൊരു പാത്രത്തിലെടുത്തിട്ട് ഉപ്പ് വരെ ഇടാനില്ല കേട്ടോ, വേറെ അതങ്ങോട്ട് കൊണ്ടുകൊടുത്തു. നോമ്പ് തുറക്കേണ്ട സാധന ഇത്. നോമ്പ് തുറക്കേണ്ട സാധനം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നോമ്പ് തുറന്നിട്ടില്ലേ? നോമ്പ് ഇല്ലെങ്കും തുറന്നിട്ടില്ലേ? തുറന്ന എത്ര ആളുണ്ട്? നോമ്പ് രാവിലെ ഉച്ചക്കും പൊലച്ചൊക്കെ എല്ലാം തുറന്നാളല്ലേ? എന്നാലും മഗ്‌രിബിന്റെ സമയത്ത് ഓൻക്കാർക്കും ധൃതി കൂടുതൽ. നോമ്പില്ലാതെ ഓൻ തിന്നുന്ന അത്ര നമുക്ക് തിന്നാനും കഴിയില്ല, അത് വലിയ കുതിരത്താ. ചില പെണ്ണുങ്ങൾ, ഈ പാവം പെണ്ണുങ്ങൾ ജനിച്ചിന് തന്നെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കാനാ. ഇവർക്ക് ഉറങ്ങാനൊന്നും ടൈമില്ലല്ലേ. രാവിലെ 10 മണി വരെ ഉറങ്ങിയാൽ പിന്നെ എണീച്ചിട്ട് കോഴി, ഓരോരുത്തരുടെ പ്ലേറ്റിൽ കോഴി ഇങ്ങനെ നിൽക്കുക. ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ സാധനം ഈ പാവങ്ങൾ. കോഴിയട, കായട, പിന്നെന്ത് സകല അടിയും കാബേജ്. ഇപ്പൊ എന്താ ഉണ്ടാക്കേണ്ടത്? ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം മോഡലപ്പോ. എല്ലാം ഉണ്ടാക്കും പെണ്ണുങ്ങൾ. നമ്മൾ കുറച്ച് മാസം മുമ്പ് എന്താ ഉണ്ടാക്കിയ? ഫ്രൂട്ട്സ്. പീടിയെ കണ്ട, ഇപ്പൊ ഫ്രൂട്ട്സുകാർ എനിക്ക് കല്ലെടുത്ത് ഇറക്കുണ്ടാകുക. പീടിയയിൽ കണ്ട സകല ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് പോകും, വെട്ടി നിരത്തും മേശന്റെ മേലെ. പേരൊന്നും ഓടിക്കറിയില്ല, നോമ്പിൽ ഇത് ഇടുന്നല്ലോ വരുന്ന സാധനം. എന്നാലും അടിച്ച് ഓളോട് പറയും, ഇതാണ് ജഹ്റൂസ് നിഹാമി. ഓക്കറിയില്ല ഇതെന്താ സാധനം. ഇവൻ അടിച്ച് പറഞ്ഞതാ. എല്ലാം കൂടി നിരത്തി വെച്ചിട്ട് 4 മണിക്ക് വെട്ടി മുറിച്ചിട്ട് എല്ലാം കിടത്തും, ജ്യൂസും എല്ലാം ഉണ്ടാവും. എന്നിട്ട് ഇവ തുടങ്ങും ഈ ടേബിളിന് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാബത്ത് പോയാൽ പോലും നമുക്ക് ഇത്ര തവാഫ് ചെയ്യൂല. എന്നിട്ട് ഇങ്ങനെ ചുറ്റി കളിച്ചിട്ട് ബാച്ചും നോക്കും, ക്ലോക്കും നോക്കും. 5 മിനിറ്റ് അധികം അത് നല്ല സാധനം. എന്നിട്ട് അവസാനം മുറ്റത്തിറങ്ങും, പള്ളിന്റെ ഭാഗത്തേക്ക് നോക്കും. കഴിഞ്ഞ ദിവസത്തെ മുക്കരിക്കാൻ വേഗം കൊടുക്കുന്നില്ലപ്പാ, അയാൾ മതിയായിരുന്നു കൂടെ. എന്നിട്ട് പിന്നെ അകത്ത് കയറും. എന്നിട്ട് സമയം കൂട്ടാൻ വേണ്ടി മേശന്റെ അടുത്ത് ഇരുന്നിട്ട് പിന്നെ തുടങ്ങും. ആപ്പിൾ എടുത്ത് മുന്തിരിയിൽ വെക്കും, മുന്തിരി എടുത്തിട്ട് ഇപ്പുറം പൈനാപ്പിളിന്റെ കഷ്ടം എടുത്തിട്ട് ബത്ത എടുത്തിട്ട് ഇപ്പുറം പ്ലേറ്റിൽ ജ്യൂസ് എടുത്ത് ഗ്ലാസ് എടുത്ത് ജ്യൂസിൽ ഒഴിച്ച് കളിക്കുമ്പോൾ പള്ളിയിലെ മൈക്കം നന്നാക്കാൻ വേണ്ടി മുക്കരിക്ക മൈക്കിന് 2 മുട്ട്. പള്ളിന്റെ ഭാഗത്ത് മൈക്കിന്റെ മുട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ബിസ്മിയും കൂട്ടി അടിച്ച് എന്റെ ടൈം നോക്കുമ്പോൾ 4:45, ബാങ്ക് 6:45. അന്നേരം ഇവൻ മുക്കരിക്കാക്ക കുറ്റം, എനക്കൊരു കുറ്റമില്ല. അയാൾ മൈക്കിന് മുട്ടിയതിന് കുറ്റം, ഇവ കയറ്റിയതിന് കുറ്റമില്ല. അവസാനം ബാങ്ക് കൊടുത്താൽ എന്താ കഥ അറിയോ? റെയിൽവേ ഗേറ്റ് തുറന്ന പാടില്ല. ബസ്സും പോവും, ജീപ്പും പോവും, കാറും പോവും, എന്തെല്ലാം മുമ്പിലുള്ള എല്ലാം അങ്ങ് പോക്ക. ഈച്ച വരെ വന്ന് പച്ചക്ക് പൊറുക്കി അടിച്ചു കളിയും. എല്ലാം എവിടെയാ ഇത് റബ്ബെ പോകുന്ന? സകലതും വെച്ച് കയറ്റിയിട്ട് ജ്യൂസും കുടിക്കും, ചായയും കുടിക്കും, കട്ടനും കുടിക്കും, പൊട്ടനെല്ലാം കുടിക്കും. അങ്ങനെ മൊത്തം കുടിച്ചിട്ട് എണീറ്റ് നിന്നിട്ട് അവസാനം പള്ളിയിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഉർമാമ്പയത്തിന്റെ പണി ചെലവിലേക്ക് അങ്ങേ മൂലക്ക് വെച്ചിട്ടുണ്ടാവും, അതും വരിയിടും. എന്നിട്ട് പോക്കാ പരിയാരത്തേക്ക് ആംബുലൻസ് പോകുമ്പോലെ പള്ളിയിലേക്ക് അലാറം കണ്ട അപ്പുറത്തെ പോകുന്ന ആൾ വൈമാറി പോയി കളിയും. അവസാനം പള്ളിയിൽ പോയി മഗ്‌രിബിന്റെ ഒരു നിസ്കാരം കേട്ടാ കുടല് വണ്ണം വെച്ചിട്ട് മുറ്റത്ത് കുടല 1-ാം സപ്പിലുണ്ടാവും. എന്നിട്ട് ഇവരെല്ലാം കൂടി ഒന്നുവെല്ലാം എടുത്ത് ഒരു കേറലാണ്. എന്നിട്ട് കൈയെല്ലാം കെട്ടും. കൈ ഓനാ കെട്ടുക, പക്ഷെ ആടയാ കെട്ടുക. എല്ലാം കെട്ടിയിട്ട് സുജൂദിലൊരു പോക്കുണ്ട്. ഇടത്തേക്കാലിന്റെ മുട്ട് കുത്തി വലത്തേക്കാലും കൂടി കുത്തിയിട്ട് ഒരു ബീകലായോ അല്ല. ആ ബീകലെന്താ ഉണ്ടാക്കാൻ തരുമോ? അവസാനം കഴിച്ച ഉർമാമ്പയത്തിന്റെ മണി റിട്ടേൺ അടിക്കും. ഈ റിട്ടേൺ അടിച്ചാൽ മുസല്ലയിലൂട്ട പോകുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ടീപം വിടൂല. കിലോന് 80 ഉറുപ്പ്യ.
മെല്ലെ പെറുക്കി അടിച്ചാൽ തന്നെ. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ഇവൻ പോകും പിന്നെയും പെറുക്കേക്ക്. അപ്പൊ ഈ പാവ പെണ്ണുങ്ങൾ കോയും പത്തിലാക്കി വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓളം മണ്ടക്ക് കിട്ടും. എന്നിട്ട് അതും കയറ്റും. അതും ഏടിയാ ഇത് പോകുന്നു, കടലിന്റെ കരക്ക് വെള്ളം ഒഴിച്ച മോഡല, ഇത് കാണൂല. അങ്ങനെ അതും കയറ്റി അപ്പൊക്ക് ശവാൻ കൊടുക്കും അടുത്ത ആംബുലൻസ് വിട്ട് പള്ളിയിലേക്ക്. തറാവയ്ക്ക് പോയാൽ ഇവന് ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്ത സ്ഥലം ഉണ്ടാവും, ബാതിലിന്റെ മൂലക്ക്, തൂണിന്റെ മണ്ടക്ക്, ഇങ്ങനെ ചില സ്ഥലം ഒരു മാസം. അവിടെ പിള്ളേരിരുന്നെങ്കിൽ കുമ്പളെ പൊളിയുമ്പോൾ എടുത്ത് മുറ്റത്ത് കിട്ടു കളിയും. എന്നിട്ട് ആടെ കുത്തിയിരിക്കും. ഇമാം ഉള്ളോണ്ട് ഓൻ രക്ഷപ്പെട്ടു. ഓനിക്ക് എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു തർക്കമല്ലോ, മുജാഹിദല്ല, സുന്നിയല്ല, ജമാഅത്തല്ല, ഒരു കുന്തുമല്ല. ഓൻ 28 കിച്ചൻ തിരക്കുള്ള 46,000 തിരക്കുള്ള ഓനുണ്ട്. മുമ്പിൽ ഓയിലാർക്കാ ബേക്കൽ നമ്മൾ ചിന്താവാ. അങ്ങനെ വെക്കും. നൃത്തം തന്നെ ഇക്വാലിറ്റിയിലാണ്. ഇങ്ങനെ വെക്കും. നായി തൊട്ടെടുത്ത് നിസ്കരിക്കാൻ പോയ കഥ, നായി തൊട്ടിട്ട് നിസ്കരിക്കാൻ പോയി, കാലിന് നായി തൊട്ടിട്ട് കഴിയില്ല. അപ്പൊ വേറൊരുത്ത കണ്ട് ഏതൊക്കെ പള്ളിയിൽ പോയിട്ട് ഒരു കാലം പുറത്തേക്കാക്കി അല്ലാതെ നിസ്കാരം കഴിഞ്ഞപ്പോൾ മറ്റവൻ പറഞ്ഞു, ഹംക്ക് നിന്റെ ആ കാലിനോട് നായി തൊട്ടത്? അതെ. എന്നിട്ട് നീ ആ കാലോട് നിസ്കരിച്ചേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കാല് പുറത്തേക്കാക്കുന്നുണ്ടില്ല. ഇന്നമല്ല മാല് പിന്നെയാ, നീയത്ത് പോലെയാ പ്രവർത്തനം. നിസ്കാരം തുടങ്ങുമ്പോൾ ഞാൻ നീയത്ത് വെച്ചിന് കഴിയുന്നവർ ഈ കാലം എൻ്റെ അല്ലാന്ന് അഭിനത്തുണ്ടല്ലോ. അതുപോലെ ഈ ചങ്ങായി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് തൂണിനും ചാരിയിട്ട് ഇങ്ങനെ നിൽക്കും. തറാവിയൊക്കെല്ലോ അവസാനം നിസ്കാരം ഇടയ്ക്ക് കറണ്ട് പോവല്ല, കറണ്ട് പോയി ഇവന് ഇരുന്നിരുന്ന് എണീക്കൂല. അപ്പൊ അടുത്തുള്ള തൊട്ടോക്ക് ഒരുത്തൻ ഉണ്ടായില്ല, വിലോടിയാ പോയേ. അന്നേരം ഇവ താഴത്ത് അങ്ങാടുക്കട ആ കറണ്ട് വന്നിട്ടെല്ലാം വരാത്. അതിനിടക്ക് വേറെ ചില ഹംക്കൾ സുജൂതിന്ന് തപ്പിപ്പിടിക്കും. എന്ത്? ഓന്റെ ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ച്. ജാവ് കുത്തിയിട്ട് മേലോട്ട് ലൈറ്റ്